ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്കൊന്ന് പോവാന്ന് വെച്ചു. നാടെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ സിറ്റി സൈഡിൽ താമസിക്കുന്നു. നമ്മുടെ നാടെന്ന് പറയുന്ന കടയ്ക്കാവരമാണ്. കണിയാപുരം ചിറയൻകീഴ് റൂട്ടാണ് ഞാൻ എപ്പോഴും പിടിക്കുന്നത്. ബട്ട് ഇത്തവണ ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗേറ്റ് അടച്ചിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ട്രെയിനൊക്കെ പോയിട്ടാണ് പിന്നെ പോയത്. എല്ലാ തവണയും ചിറയൻകീഴ് ടച്ച് ചെയ്ത് പോണോണ്ട് തന്നെ ശാർക്കര ദേവി ടെമ്പിളിൽ തൊഴുതിട്ടാണ് പോകുന്നത്. ലാസ്റ്റ് മന്ത് പോയപ്പോഴും ഈ ഉത്സവത്തിന്റെ സ്റ്റോൾസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇത്തവണ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ വെള്ളിയാഴ്ച വരെ സ്റ്റോൾസ് എല്ലാം ഓപ്പൺ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ തൊഴുതിറങ്ങി ആസ് യൂഷ്വൽ സ്റ്റോൾസ് ഒക്കെ കാണാൻ പോയി. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ചെടിയൊക്കെ വിൽക്കുന്ന കടയിലാണ് ആദ്യമേ പോയത്. അവിടെ നിന്ന് 1-2 ചെടി മേടിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു വീട്ടു സാധനങ്ങളൊക്കെ ഉള്ള ഒരു കടയുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് 2-3 കപ്പും ഇതൊക്കെ അമ്മ മേടിച്ചായിരുന്നു. ഇതും മേടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ മലബാർ ചിപ്സ് എന്ന് പറഞ്ഞ കട കണ്ടായിരുന്നു. അവിടെ ഫുൾ പലഹാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള മരച്ചീനിയുടെ ഒരു സ്നാക്സ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഒരു 50 രൂപയുടെ അത് സ്നാക്സ് ഒരു കവർ മേടിച്ചു. 6 എണ്ണമാണ് 50 രൂപയ്ക്ക് അവർ തരുന്നത്. ഇത് കഴിഞ്ഞ് നേരെ പോയത് എൻ്റെ കുടുംബക്ഷേത്രമായ വെളിവിളാകത്താണ്. കഴിഞ്ഞ ഓണത്തെ പോലെ തന്നെ അറൗണ്ട് 9 ഒക്കെ ആയപ്പോൾ എത്തി. ആൻഡ് 9:30 ഒക്കെ ആയപ്പോൾ നട അടച്ചായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നേരെ എൻ്റെ കുടുംബ വീട്ടിലേക്ക് പോയി. ഓൾറെഡി അച്ഛൻ കുറച്ച് സാധനങ്ങൾ ചാക്കിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ കാറിലേക്ക് കയറ്റിയായിരുന്നു. ഇത്തവണ എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും കാറിലാണ് ഇരുന്നത്. അമ്മ ഐശ്വര്യ അച്ഛനാണ് എല്ലാം ചെയ്തത്. ആൻഡ് ഇത്തവണ കശുവണ്ടി എടുത്തതും അമ്മയാണ്. ഞാൻ ഒന്നിനും പോയില്ല. അങ്ങനെ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് നേരെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയി. ഈവനിങ് വരെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ കാറൊക്കെ കഴുകിയിട്ടായിരുന്നു. കാർ ഇപ്പം നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം അമ്മൂമ്മയുടെ അടുത്തും കഥ പറഞ്ഞിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ച് ഈവനിങ് ആയപ്പോൾ തിരിച്ചു പുറപ്പെട്ടു. ഇപ്പോഴത്തെ ചൂടൊട്ടും സഹിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയപ്പോൾ തന്നെ ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എക്സ്ട്രാ എടുത്ത് വെച്ചേക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുളിച്ചു റെഡി ആയിട്ടാണ് തിരിച്ചു പോയത്. ഇത്തവണ എന്താണെന്ന് അറിഞ്ഞൂടാ തിരിച്ചു പോയപ്പോഴും ഗേറ്റ് അടച്ചൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പോയത്. നമ്മുടെ കഴക്കൂട്ടമൊക്കെ എത്തിയപ്പോൾ അറൗണ്ട് 4:30 ആയി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആര്യാസിൽ കയറി ഒരു ചായയും വടയും കഴിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ ഇന്നത്തെ ഹോളിഡേ ഇതോടെ തീർന്നിരിക്കുകയാണ്.